ഒരു വ്യക്തിക്ക് 2 എപിക് നമ്പറിൽ ID കാർഡ് ഉണ്ടാവുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VS സുനിൽകുമാർ നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും. വ്യാജ വോട്ട് ചേർത്ത സംഭവത്തിൽ നിയമ പോരാട്ടം നടത്തുമെന്നും സുനിൽകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ വ്യാജ വോട്ടർമാരെ ചേർത്തു എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല, അത് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ നിയമപരമായി എങ്ങനെയാണ് നേരിടുന്നത്? ഇത് വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഇലക്ഷൻ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് മാത്രം നിയമലംഘനങ്ങളായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ പെറ്റീഷൻ ഞങ്ങൾ വേറെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ്റെ ഭാഗമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ലീഗൽ അഡ്വൈസ് ഇപ്പോൾ തേടുകയാണ്. അതോടൊപ്പം ഇവിടെ നടന്നിരിക്കുന്ന നിരവധി ക്രിമിനൽ ഒഫൻസുകളുണ്ട്. അതായത് ഒരേ ആളുകൾ തന്നെ 2 എപിക് നമ്പറുകളിൽ ID കാർഡ് മേടിച്ചിരിക്കുകയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രിമിനൽ കുറ്റമാണ്. ഇപ്പോൾ BJPയുടെ തന്നെ ഒരു നേതാവിൻ്റെയും ഭാര്യയുടെയും പേരിൽ ഇവിടെ വോട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ജോലി ആയതുകൊണ്ട് ഇവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ വന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ചേലക്കരയിലെ എപിക് നമ്പറിലാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ വോട്ടർ ID വരേണ്ടത്. അപ്പോൾ ചേലക്കരയിലും അദ്ദേഹത്തിനൊരു വോട്ടർ ID, തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് ഒരു വോട്ടർ ID എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. അത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു കൂടെയുള്ള ഡ്രൈവറാണ് ഈ പ്രസന്ന എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ വീട്ടിൽ അവരറിയാതെ അവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിലെ അംഗം അറിയാതെ, വീട്ടിൻ്റെ ഉടമസ്ഥരറിയാതെ അവരുടെ പേരിൽ വോട്ട് ചേർത്തിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ എത്തിക്സും നോക്കാതെ ഇലക്ഷൻ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും പിൻബലത്തോടു കൂടിയിട്ടാണ് ഈ മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിയമപരമായ രീതിയിലും രാഷ്ട്രീയമായ രീതിയിലും ഇത് നേരിടേണ്ടതുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് ശക്തമായ നിലയിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഞങ്ങളിതിനെ നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ഇലക്ഷൻ റദ്ദാക്കുക എന്നുള്ളൊരു പ്രശ്നമല്ല ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇലക്ഷൻ റദ്ദാക്കുക എന്ന ഒരാവശ്യത്തേക്കാൾ ഉപരിയായിട്ട് അതല്ല ഇവിടുത്തെ പ്രശ്നം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ എങ്ങനെയാണ് BJPയുടെ വിജയത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉത്തരവാദിത്തം വാസ്തവത്തിൽ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന കക്ഷികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അവരെക്കാൾ ഉപരി ഇലക്ഷനിൽ മത്സരിക്കുന്ന കക്ഷികൾ പോലും നിയമം ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് അത് കണ്ടെത്തി നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാദത്തമായ ഒരു വലിയൊരു സ്ഥാപനം, അതിൻ്റെ സംവിധാനങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വലിയൊരു പരാജയമാണ്. അത് ആ കമ്മീഷൻ്റെ പരാജയം മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ പരാജയമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് ജനങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ ജയിച്ചു പോയ സുരേഷ് ഗോപി ജയിച്ചതിലുള്ള വിഷമം കൊണ്ട് തോറ്റ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന നിലയിലേക്ക് അല്ല ഇതിനെ കാണേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഇവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഇതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയുന്ന പോലെ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ, കൊല്ലനും അറിഞ്ഞില്ല കൊല്ലത്തി അറിഞ്ഞില്ല, അരിവാൾ പോലൊരു പൊന്നരിവാൾ എന്നല്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ ആരും അറിയാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷനും അറിഞ്ഞിട്ടില്ല, BJP അറിയുന്നില്ല, പിന്നെ ആരാണ് അറിഞ്ഞിരിക്കുന്നത്? ആരാണ്? അപ്പോൾ ഈ നിയമലംഘനത്തെ സംബന്ധിച്ചുള്ള ഈ ഗുരുതരമായിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ മീഡിയകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം എന്നോട് നോട്ടീസ് ചോദിക്കുന്നു. ഞാനിപ്പോൾ ആ നോട്ടീസിന് മറുപടി കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ നോട്ടീസിന് നാളെയായിട്ട് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ മിക്കവാറും അത് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ എനിക്ക് തന്ന നോട്ടീസിനുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് നേരിട്ടോ അല്ലെങ്കിൽ മെയിൽ വഴിയോ കൊടുക്കാൻ പോവാണ്. അത് നിയമപരമായി ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ്.
ഇതിപ്പോൾ BJP-യോടുള്ള ചോദ്യം എന്ന നിലയിൽ ചോദിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം BJP അല്ല ഇതിനകത്ത് ഉത്തരം പറയേണ്ടത്. അന്ന് പരാതി കൊടുത്തതിന് ഇലക്ഷൻ കമ്മീഷനോ അന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടറോ ഉചിതമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത്. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ പ്രതിനിധി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ അക്കാര്യത്തിലെ ഒരു സമീപനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ നിഷ്പക്ഷമായ രീതിയിലാണ് കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടതെന്നൊരു ഫീലിംഗ് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. അവർക്കാണല്ലോ ഈ മെഷീനറി എല്ലാം ഉള്ളത്. ഇപ്പോൾ 2 എപ്പിക് കാർഡിൽ ഒരാൾ വോട്ട് ചോദിക്കുമ്പോൾ 18 വയസ്സ് പൂർത്തീകരിച്ച ഒരാൾ അയാൾക്ക് വോട്ട് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്താണ്, അയാൾ 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, അപ്പോൾ അയാൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ 18 വയസ്സും 25, 30, 40, 50 വയസ്സുള്ള ആളുകൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വരുമ്പോൾ അയാൾക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഇങ്ങനെ വ്യാപകമായ തോതിൽ ഇവർ ഓർഗനൈസായ രീതിയിൽ ബൾക്കായി വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന ഒരു പരാതി ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതെല്ലാം സീരിയസ് ആയി പരിശോധിച്ചിട്ട് വേണമായിരുന്നു തീർപ്പ് കൽപ്പിക്കാൻ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് എന്താ, ഞങ്ങളുടെയൊക്കെ പരാതികൾ കേട്ടു, തീർപ്പ് കൽപ്പിച്ചു. എന്താ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്? അവർക്ക് അനുകൂലമായി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു റിമോട്ട് കൺട്രോളിൻ്റെ സംവിധാനങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ഒരു കേന്ദ്രീകൃതമായ ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വരും ദിവസങ്ങൾ സാക്ഷിയാകുമെന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1.